നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ മാർക്കറ്റിലെ വഴിയോര കച്ചവടക്കാരെ പട്ടിണിയിലേക്ക് തള്ളിവിടരുതെന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിന്റെ ഭാഗത്തു നിന്നും മാനുഷിക പരിഗണന വേണമെന്നും പ്രശ്നം പരിഹരിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. വഴിയോര കച്ചവടക്കാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന സംരക്ഷണ നിയമം അടിയന്തരമായി നടപ്പിലാക്കാൻ കോർപ്പറേഷൻ മുൻകൈ എടുക്കണമെന്നും MA കരീം ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഭാഗത്തു നിന്ന് മാനുഷിക പരിഗണന നൽകി തൊഴിലാളികളെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കാത്ത പക്ഷം നൂറുകണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലാവും. രാജ്യ തലസ്ഥാനമായ ഡൽഹി മുതൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അഭ്യസ്ത വിദ്യരും അല്ലാത്തതുമായ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുണ്ട്. സർക്കാർ ജോലി ലഭിക്കാതെ വരുമ്പോഴാണ് കുടുംബം പുലർത്താൻ സ്വയം തൊഴിൽ എന്ന നിലയിൽ ഇത്തരം സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതെന്നും പ്രശ്നം പരിഹരിക്കാത്ത പക്ഷം ശക്തമായ സമരം സംഘടിപ്പിക്കാൻ നിർബന്ധിതരായി തീരുമെന്നും MA കരീം മുന്നറിയിപ്പ് നൽകി. അനധികൃതമായ ആളുകൾ നുഴഞ്ഞു കയറുന്നതുകൊണ്ടാണ് കാലകാലങ്ങളായിട്ട് ഇവിടെ ട്രാഫിക് തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞതുകൊണ്ടാണ്. അനധികൃതമായ ആളുകൾ കടന്നു വരാതിരിക്കണമെങ്കിൽ കോർപ്പറേഷൻ അടിയന്തരമായും ഈ നിയമമനുസരിച്ച് ഐഡന്റി കാർഡ് നൽകുകയും ഐഡന്റി കാർഡ് നൽകിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ ഈ സാധ്യതയിൽ നിയമപരമായ പ്രൊട്ടക്ഷൻ സംരക്ഷണം ലഭിക്കൂ എന്ന് ഉറപ്പുവരുത്താൻ കോർപ്പറേഷൻ ബന്ധപ്പെട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. അതുപോലെ പോലീസിന് അല്പം മാനസിക പരിഗണന നൽകേണ്ടത്. നിയമപരമായിട്ട് പോലീസിനൊക്കെ ചെയ്യാവുന്നതാണ്, ഞാൻ പറയുന്നത്. പക്ഷേ കോടതി ഉത്തരവുണ്ട്, കോടതി ഉത്തരവ് നടക്കാത്ത പോലീസ് മധ്യസ്ഥനാണ്. പക്ഷേ ഒരു മാനുഷിക പരിഗണന എന്ന് വേണം. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഇതുകൊണ്ട് ഉപജീവനമാകാൻ കഴിയും, അവരുടെ കുടുംബങ്ങൾ ജീവിക്കുന്നു. ആ കുടുംബങ്ങളും അവർക്ക് ജീവിക്കാൻ അവസരമായുള്ള ഒരു സംരക്ഷണം കിട്ടേണ്ടത് പോലീസ് സുരക്ഷിതമാണ്. ആ പോലീസ് സുരക്ഷണം ഉറപ്പുവരുത്താൻ പോലീസും കോർപ്പറേഷനുകളും സഹായിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് അപേക്ഷിക്കാറുള്ളത്. അല്ലാതെ ഈ തൊഴിലാളികളുടെ ഒരൊറ്റ സന്ദർഭത്തിൽ ഇവരെ ആട്ടി ഓടിക്കാനുള്ള ശ്രമങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് തൊഴിൽ സുരക്ഷണം ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏത് അറ്റം വരെ പോകാനും അതിനനുസൃതമായിട്ടുള്ള പ്രക്ഷോഭ സമരം നടത്താനും ഞങ്ങൾ നിർബന്ധിക്കും. P. റഷീദ് അധ്യക്ഷത വഹിച്ചു. BM ബഷീർ, PP ഷഫീഖ്, KK മുഹമ്മദ്, MK റംഷീദ്, TP നവാസ്, T. സലാം, VP ഷഫീഖ്, VK സക്കരിയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.